ഇന്ന് ഗാന്ധിയുടെ പൈതൃകത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നു. ചിലർ അദ്ദേഹത്തെ ഇന്നത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്നു. മറ്റു ചിലർ സുഭാഷ് ചന്ദ്രബോസിന്റെ ഉഗ്രമായ പോരാട്ടത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ബോസിന്റെ ധീരതയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഗാന്ധിയിൽ ഞാൻ വ്യത്യസ്തമായൊരു വിപ്ലവം കാണുന്നു. ക്ഷമയെ ക്രാന്തികരമായ ശക്തിയായി ഉപയോഗിച്ച ഒന്ന്. അദ്ദേഹം സ്നേഹത്തിന്റെയും കരുണയുടെയും ആയുധം തന്നെ എടുത്തു. ബ്രിട്ടീഷ് ക്രിസ്ത്യാനികൾ അനീതിക്കെതിരായ സ്വന്തം പോരാട്ടത്തിൽ ഉപയോഗിച്ച അതേ ക്രിസ്തീയ ആയുധം അദ്ദേഹം അത് ഇന്ത്യയിലും പ്രയോഗിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വിജയിച്ചത്. അവിടെ ബോസിന്റെ ബലപ്രയോഗത്തിന് കഴിഞ്ഞില്ല. ചൗരി ചൗര 1922 ഓർക്കുക. ഒരു പോലീസ് സ്റ്റേഷൻ തീയിടുകയും 20 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഗാന്ധി പ്രചോദിപ്പിച്ച സമാധാനപരമായ പ്രതിഷേധം അക്രമത്തിലേക്ക് വഴുതി വീണു. സമരം വർദ്ധിപ്പിക്കണമെന്നോ നിയന്ത്രണം നഷ്ടപ്പെടുത്തണമെന്നോ ആവശ്യപ്പെട്ട് രാഷ്ട്രം തകർച്ചയുടെ വക്കിലെത്തി. എന്നാൽ ഗാന്ധി നേരെ മറിച്ചാണ് ചെയ്തത്. അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. രക്തത്തിന്റെ അടിത്തറയിൽ സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഉപവസിച്ചു. മുഴുവൻ പ്രസ്ഥാനത്തെയും തടഞ്ഞു. വിമർശകർ അതിനെ വഞ്ചനയെന്ന് വിളിച്ചു. ഗാന്ധി അതിനെ ഉയർന്ന സത്യമെന്ന് വിളിച്ചു. പ്രസ്ഥാനം എന്തിനെതിരെ പോരാടുന്നുവോ അതായിത്തീരാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലും ഇതേ സ്പന്ദനം സ്പന്ദിക്കുന്നു. മത്തായി 18 പത്രോസ് ചോദിക്കുന്നു, എത്ര തവണ ഞാൻ ക്ഷമിക്കണം? യേശു പറയുന്നു, 7 തവണയല്ല, 77 തവണ. ഒരു ദാസൻ വലിയ കടം ക്ഷമിച്ചതായി അദ്ദേഹം പറയുന്നു, പക്ഷേ ചെറിയ കടം ക്ഷമിക്കുന്നില്ല. ഗാന്ധി ഈ ഉപമയിൽ ജീവിച്ചു. യേശുവിന്റെ കൽപ്പന 77 തവണ അദ്ദേഹം സ്വീകരിച്ചു. ഒരു ജനതയെ നിർത്തി. അഹിംസ തന്നെ നിർവചിക്കാൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹം വിജയിച്ചു. ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നു. വീണ്ടും വീണ്ടും ക്ഷമിച്ചു. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള യേശുവിന്റെ ആഹ്വാനവും ഗാന്ധിയുടെ അഹിംസയും അമേരിക്കയുടെ തെരുവുകളിലേക്ക് സ്വീകരിച്ച മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിലും ഇതേ ശക്തി നമുക്ക് കാണാം. ബാറ്റണുകൾ വീണു, പക്ഷേ അവർ തിരിച്ചടിച്ചില്ല. ഇരുട്ടിന് ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയില്ല, കിങ് പറഞ്ഞു. വെളിച്ചത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അവർ വിജയിച്ചത് ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് വിദ്വേഷം അവരുടെ വഴികാട്ടിയാകാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. ഈ നോമ്പുകാലത്ത് സുവിശേഷം നമ്മോട് അതുതന്നെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ദൈവം ക്ഷമിക്കുന്നതുപോലെ ക്ഷമിക്കുക. ഗാന്ധിയെപ്പോലെ, കിങ്ങിനെപ്പോലെ, യേശുവിനെപ്പോലെ നമ്മൾ കാരുണ്യത്താൽ അക്രമചക്രങ്ങളെ തകർക്കുന്നു. അങ്ങനെയാണ് ദൈവം വിജയിക്കുന്നത്.